ആഭ്യന്തര ആഗോള വിപണികളുടെ എക്സ്പെക്ടേഷൻസ് നമ്മളോടൊപ്പം പങ്കുവെക്കുവാനുമായി അതുപോലെ നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖർ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അല്ല, മോർണിംഗ് വ്യൂവേഴ്സ്. യെസ് സർ. അപ്പോൾ അതുപോലെ യു എസ് വിപണിയിലേക്ക് തന്നെ നോക്കാം. വളരെ ശക്തമായിട്ടൊരു ക്ലോസിംഗ് ആണ്, പ്രത്യേകിച്ചും നാസ്ഡാക്ക് കോമ്പോസിറ്റിലേക്കൊക്കെ വരുമ്പോൾ വളരെ ശക്തമായിട്ടൊരു ക്ലോസിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ ഫെഡ് ചെയർമാൻ വീണ്ടും റീസ്റ്റേറ്റ് ചെയ്യുകയാണ്. റേറ്റ് ഹൈക്ക് ഇനി ഉണ്ടാകില്ല എന്ന് തന്നെ. അതിനോടൊക്കെ വിപണി വളരെ ശക്തമായിട്ട് തന്നെ പ്രതികരിച്ചു എന്നും കാണാം. ഡൗ ജോൺസിലേക്ക് വരുമ്പോൾ 0.32% നേട്ടം രേഖപ്പെടുത്തി 39,558.11 എന്ന നിലയിൽ ക്ലോസ് ചെയ്തപ്പോൾ നാസ്ഡാക്ക് കോമ്പോസിറ്റ് 0.75% നേട്ടത്തിൽ 16,511.18 എന്നൊരു നിലയിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ വിപണികളുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു നിലപാട് എന്താണ്? അമേരിക്കൻ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 4 ആഴ്ചകളായിട്ട് നമുക്ക് തുടർച്ചയായിട്ട് വി ആർ സീയിങ് എ ലോട്ട് ഓഫ് ഗെയിൻസ് ആൻഡ് നല്ലൊരു സെറ്റപ്പ് നാസ്ഡാക്ക് ഇൻഡെക്സിലും അതുപോലെ തന്നെ ഡൗ ജോൺസ് ഇൻഡെക്സിലും വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ബോത്ത് നാസ്ഡാക്ക് ഇൻഡെക്സിലും ഡൗ ജോൺസ് ഇൻഡെക്സിലും നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നിലവിലുള്ള ഓൾ ടൈം ഹൈ 39,889 പോയിന്റ്സ്. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് നോക്കുമ്പോഴേക്കും ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുന്ന 18,464 പോയിന്റ്. നമ്മൾ ഏകദേശം ഒരു 100 പോയിന്റും കൂടെ നാസ്ഡാക്ക് ഇൻഡെക്സ് നമുക്ക് നൽകി കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു സീ എ ന്യൂ ഓൾ ടൈം ഹൈ. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ ഈ ആഴ്ച തന്നെ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ നാസ്ഡാക്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കും. യെസ്. അതിനോടൊപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ക്രൂഡിലേക്ക് വരുമ്പോൾ ക്രൂഡിൻ്റെ ഫ്യൂച്ചേഴ്സിൽ ഇന്നിപ്പോൾ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നതായി തന്നെ കാണാം. WTI ക്രൂഡിലേക്ക് എത്തുമ്പോൾ 0.79% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 78.65 എന്നൊരു നിലയിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനോടൊപ്പം തന്നെ ബ്രെൻഡിലും സമാനമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ട്. 0.68% നേട്ടത്തിൽ $83.95 എന്ന നിലയിലാണ് നിലവിൽ വ്യാപാരം പുരോഗമിക്കുന്നത്. ക്രൂഡ് ഫ്യൂച്ചേഴ്സുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ക്രൂഡിന്റെ കേസിൽ ദ അണ്ടർടോൺ ഇസ് ബെയറിഷ് ആൻഡ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ക്രൂഡ് ഓയിലിൽ ഒരു സെല്ലിംഗ് നടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു അഭിപ്രായത്തിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ $81 റെസിസ്റ്റൻസ് ക്രൂഡ് ഓയിൽ ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് മൊമെന്റ് എനിക്ക് തോന്നുന്നില്ല ക്രൂഡ് ഓയിലിന് $81 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. യെസ്. അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി വരികയാണ്. ഗോൾഡിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ പോലെ വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു നിലയിലാണ് ഗോൾഡിൽ ഇപ്പോൾ വ്യാപാരം, ഗോൾഡ് ഫ്യൂച്ചേഴ്സിൽ ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 0.17% നേരിയ നേട്ടം മാത്രം രേഖപ്പെടുത്തി ട്രോയ് ഔൺസിൽ 2,363.85 എന്നൊരു നിലയിലാണ് ഇപ്പോൾ വ്യാപാരം ഗോൾഡ് ഫ്യൂച്ചേഴ്സിൽ പുരോഗമിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഗോൾഡുമായി ബന്ധപ്പെട്ട താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി ബുള്ളിഷ്. ഷോർട്ട് പൊസിഷൻ ഒന്നും തന്നെ സ്വർണത്തിൽ എടുക്കാൻ ശ്രമിക്കരുത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ $2,380. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു $40 നേട്ടം സ്വർണത്തിൽ എക്സ്പെക്ട് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ ലെവൽ $2,300. യെസ്. അതിനോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോൾ ഇന്നലെ വളരെ ശക്തമായിട്ട് നിലയിൽ തിരികെ കയറുന്ന നിഫ്റ്റിനെ ആയിരുന്നു നമ്മൾ കണ്ടത്. പ്രത്യേകിച്ചും ഹൈലി വോളറ്റൈൽ ആയിരുന്നു. ഇന്ത്യ വിക്സക്ക് 20 മുകളിലായിരുന്നു നിലനിരുന്നത് എങ്കിൽ പോലും 22,000 എന്നൊരു മാർക്ക് നിലനിർത്താനായിട്ട് ഇന്നലത്തെ വ്യാപാരത്തിൽ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. ക്ലോസിംഗ് ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത് 22,217.85 എന്ന നിലയാണ്. നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട് താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ് ആൻഡ് ഈ ഒരു മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ 2 മേജർ റെസിസ്റ്റൻസ് ലെവൽസ് ശ്രദ്ധിക്കേണ്ട. ആദ്യത്തെ 22,400 പോയിന്റ്, രണ്ടാമത്തെ 22,600 പോയിന്റിന്റെ റെസിസ്റ്റൻസ്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല 22,600 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കുമെന്ന്. ബട്ട് ലെറ്റ് us wait and watch.
യെസ്. അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് എത്തുകയാണെങ്കിലും സമാനമായിട്ടൊരു സൈഡ് വേസിലൊരു പാറ്റേൺ ആയിരുന്നു ഇന്നലത്തെ ഇൻട്രാഡേ വ്യാപാരത്തിൽ കാണാൻ സാധിച്ചത്. നിഫ്റ്റി ബാങ്കിലേക്ക് വരുമ്പോൾ 0.22% നേട്ടം രേഖപ്പെടുത്തി 47,859.45 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും മിഡ് ക്യാപ് സ്പേസിൽപ്പെട്ട ഓഹരികളും അതിനോടൊപ്പം തന്നെ SBIയുമാണ് ഇത്തരത്തിൽ ഒരു പോസിറ്റീവ് ടോണിലേക്ക് നിഫ്റ്റി ബാങ്കിനെ കൊണ്ടുവന്നത് എന്നും കാണാം. ഈ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു സൂചികയിൽ താങ്കളുടെ ഫോക്കസിൽ ഏതെങ്കിലും ഓഹരികളുണ്ടോ? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ബട്ട് ഒരു 8 ദിവസം നീണ്ടു നിന്ന ഒരു കറക്ഷന് ശേഷമായിരുന്നു കഴിഞ്ഞ 2 സെഷനിൽ വീണ്ടും നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത്. ബട്ട് മൈ എക്സ്പെക്ടേഷൻ അടുത്ത 2-3 സെഷനിടെ നമുക്ക് വീണ്ടും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ബാങ്കിങ് ഇൻഡെക്സിൽ നടക്കും. 48,400 48,600 ഈ ഒരു റേഞ്ചിലായിരിക്കണം ആ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത്. നിഫ്റ്റി ബാങ്കിങ് സ്പേസ് നോക്കുമ്പോഴേക്കും അതിൽ ഏറ്റവും നല്ല സെറ്റപ്പ് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴും ആക്സിസ് ബാങ്ക് ആൻഡ് ഓൾസോ ICICI ബാങ്ക്. ഈ 2 സ്റ്റോക്സ് ആയിരിക്കണം ഏറ്റവും നല്ല റിസ്ക് ടു റിവാർഡ് റേഷ്യോ നമുക്ക് അറ്റ് ദ മൊമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സർ, അതിനോടൊപ്പം തന്നെ ഇന്നലെ ഒരു വളരെ ശക്തമായിട്ടൊരു അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് കടന്നു വന്നൊരു ഓഹരിയാണ് അപ്പോളോ ഹോസ്പിറ്റൽസ്. അപ്പോളോ ഹോസ്പിറ്റൽസിലേക്ക് എത്തുമ്പോൾ ഇന്നലെ ഏകദേശം 0.5% മുന്നേറ്റം രേഖപ്പെടുത്താനായിട്ട് അപ്പോളോ ഹോസ്പിറ്റൽസിന് സാധിച്ചിട്ടുണ്ട്. ക്ലോസിംഗ് നിലവാരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന 5,868.8 എന്ന നിലയാണ്. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 22 രേഖപ്പെടുത്തിയ 6,874.45 എന്ന നിലവാരമാണ്. അതിനുശേഷം തുടർച്ചയായിട്ട് ഏകദേശം ഒരു 1.5 മാസത്തോളം ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിൽ കറക്ഷൻ നേരിട്ടൊരു ഓഹരി കൂടിയാണ്. അപ്പോളോ ഹോസ്പിറ്റലിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അപ്പോളോ ഹോസ്പിറ്റൽ അനില പറഞ്ഞ വളരെ ശരിയാ. ഫെബ്രുവരി മാസത്തിലായിരുന്നു അതിന്റെ ഒരു മേജർ ഹൈ നമുക്ക് കാണാൻ സാധിച്ചത്. ദാറ്റ് ഈസ് ആക്ച്വലി ദി ഓൾ ടൈം ഹൈ. അതിനുശേഷം നല്ലൊരു ഹെൽത്തി കറക്ഷനോ നമുക്ക് അപ്പോളോ ഹോസ്പിറ്റലിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ആൻഡ് അപ്പോളോ ഹോസ്പിറ്റലിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പോലും ദ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. നൗ അപ്പോളോ ഹോസ്പിറ്റലിൽ നമുക്ക് ഷോർട്ട് ടേം ട്രേഡിംഗ് സ്പെക്കുലേഷന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ഒരു സിഗ്നലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഈ ഒരു കമ്പനി ഐ ബിലീവ് ഇതൊരു പോർട്ട്ഫോളിയോയിൽ നമുക്ക് തീർച്ചയായിട്ടും ഉൾപ്പെടുത്താവുന്ന ഒരു സ്റ്റോക്ക് ഫോർ ദ ലോങ് ടേം. സോ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും മൈ എക്സ്പെക്ടേഷൻ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ആൻഡ് ഇതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന 6,200 6,300 ആ ഒരു റേഞ്ചിലായിരിക്കും മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇന്നലത്തെ വ്യാപാരത്തിൽ ഏറ്റവും അധികം തിളങ്ങി നിന്ന ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് PSU സെഗ്മെന്റിൽപ്പെട്ട ഓഹരികളാണ്. അതിൽ തന്നെ റെയിൽവേ ഓഹരികളിൽ വളരെ വലിയൊരു മുന്നേറ്റം തന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ RVNL എടുക്കുകയാണെങ്കിൽ ഇന്നലെ 7% മുന്നേറാനായിട്ട് RVNLന് സാധിച്ചപ്പോൾ ഇർക്കോൺ 8% മുന്നേറിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ റെയിൽടെല്ലിലേക്ക് വരികയാണെങ്കിലും 9% നേട്ടം നിലനിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റോക്സിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു സെഗ്മെന്റിൽ താങ്കളുടെ ഫോക്കസ് ഉള്ള പ്രധാനപ്പെട്ട ഓഹരികൾ ഏതൊക്കെയാണ്? നമ്മൾ റെയിൽവേ സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരി അവസാനത്തോടു കൂടിയായിരുന്നു ഈ സ്റ്റോക്ക് ഒക്കെ നമുക്ക് ഒരു മേജർ ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ ഒരു 52 വീക്ക് ഹൈ നൽകിയിരിക്കുന്നത്. അതിനുശേഷം കഴിഞ്ഞ 2-2.5 മാസമായിട്ട് വി ആർ സീയിങ് എ നൈസ് ഹെൽത്തി കറക്ഷൻ. ആൻഡ് തീർച്ചയായിട്ടും അറ്റ് ദ മൊമെന്റ് വളരെ ലോ റിസ്ക് ആയിട്ട് ഇൻവെസ്റ്റിംഗ് അവസരങ്ങൾ നമുക്ക് റെയിൽവേ സ്റ്റോക്സിൽ നൽകുന്നുണ്ട്. ഞാൻ ഇൻവെസ്റ്റിംഗ് എന്ന വാക്ക് ഉപയോഗിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർ നോട്ട് ഷോർട്ട് ടേം ട്രേഡിംഗ് സ്പെക്കുലേഷന് വേണ്ടിയുള്ള പൊസിഷൻ അല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലത്തെ നേട്ടത്തിനെ തുടർന്നിട്ട് പോലും ദ ഷോർട്ട് ടേം ട്രെൻഡ് സ്റ്റിൽ സൈഡ് വേസ്. ബട്ട് ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും റെയിൽവേ സ്റ്റോക്സിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ സാധിക്കും. റെയിൽടെലിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും 420 രൂപയിലായിരിക്കും അതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത്. IRCTCയുടെ കേസ് എടുക്കുമ്പോഴേക്കും 1,060 രൂപയിൽ വളരെ മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. RVNLന്റെ കേസ് എടുക്കുമ്പോഴേക്കും 300 രൂപയിലായിരിക്കും അതിന്റെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇർക്കോണിന്റെ കേസ് എടുക്കുമ്പോഴേക്കും 260 രൂപയിൽ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും.
യെസ്, അതിനോടൊപ്പം തന്നെ ഇന്നലെ വളരെ ശക്തമായിട്ടൊരു ബൈങ് ഇൻഡസ്ട്രി കടന്നു വന്ന മറ്റൊരു സെഗ്മെന്റ് അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്ന അദാനി കമ്പനികൾ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും വ്യാപാരത്തിന്റെ അവസാന മണിക്കൂറിലേക്ക് എത്തിയപ്പോൾ ടോപ്പ് ഗെയിനേഴ്സിൽ അദാനി കമ്പനികളും എത്തി എന്ന് തന്നെ പറയാം. പ്രധാനമായിട്ടും അദാനി എന്റർപ്രൈസിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ 5% മുന്നേറിയിട്ടാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അദാനി ഗ്രീൻ എനർജി 4% നേട്ടം നൽകിയിട്ടുണ്ട്. അദാനി പവറിലും 5% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഓഹരികളിലൊക്കെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അദാനി എന്റർപ്രൈസസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. അദാനി എന്റർപ്രൈസസിന്റെ കേസിൽ 3100, 3200 ഈ ഒരു റേഞ്ച് എത്തുമ്പോഴേക്കും നമുക്ക് വീണ്ടും ഒരു സെല്ലിംഗ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. കഴിഞ്ഞ 2 സെഷനിൽ നമ്മൾ കണ്ട നേട്ടത്തിനെ തുടർന്ന് അറ്റ് ദിസ് ലെവൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കുന്നത് അല്പം റിസ്കി ആയിരിക്കും. അദാനി എനർജി സൊല്യൂഷൻസ് എടുക്കുമ്പോഴേക്കും എഗെയിൻ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്, നോട്ട് ബെയറിഷ്, സൈഡ് വേസ്. ആൻഡ് അദാനി എന്റർപ്രൈസസിന്റെ കേസിൽ 1130 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടേമിൽ ഈ സ്റ്റോക്കിൽ ഒത്തിരി ഗെയിൻസ് എക്സ്പെക്ട് ചെയ്യാം. അദാനി ഗ്രീൻ എനർജി നോക്കുമ്പോഴേക്കും 1640 രൂപയിൽ വളരെ മേജർ സപ്പോർട്ട് ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം 1850 റുപ്പീസിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്കൊരു ഷോർട്ട് ടേം ബൈങ് അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. അദാനി വിൽമറിന്റെ കേസ് എടുക്കുമ്പോഴേക്കും റിസ്ക് ടു റിവാർഡ് ഇസ് വെരി വെരി ഫേവറബിൾ. ബട്ട് അദാനി വിൽമറിന്റെ കേസിൽ നമ്മളൊരു ലോങ് പൊസിഷൻ സേഫ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 362 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത് 380, അതിനെ തുടർന്ന് 410 രൂപയിലും ആയിരിക്കും. യെസ്, ഒപ്പം തന്നെ ഓറിയന്റ് പേപ്പേഴ്സുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓറിയന്റ് പേപ്പേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം 5% നേട്ടം രേഖപ്പെടുത്തി 54.6 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു തിങ്കളാഴ്ച തൊട്ടുള്ള കണക്കുകൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നേരിയ തോതിൽ ഒരു ബൈങ് ഇൻഡസ്ട്രി ഓഹരിയിൽ കടന്നു വന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ 2023 സെപ്റ്റംബർ 7 രേഖപ്പെടുത്തിയ 59.8 എന്ന നിലയാണ്. ഓറിയന്റ് പേപ്പേഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഓറിയന്റ് പേപ്പേഴ്സ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഇതിന്റെ ഒരേ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു സ്റ്റോക്ക് ഇതിന്റെ ഒരു 52 വീക്ക് ഹൈന്റെ വളരെ അടുത്തോട്ട് വന്നു കഴിഞ്ഞു. ദ 52 വീക്ക് ഹൈ നിലനിൽക്കുന്നത് ഇറ്റ് ഇസ് അറൌണ്ട് 60-61 റുപ്പീസ്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ട്രേഡിംഗ് അല്ലെങ്കിൽ സ്പെക്കുലേഷന് വേണ്ടി 52-54 ഈ ഒരു റേഞ്ചിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൺസിഡർ ചെയ്യാം. യെസ്, ഒപ്പം തന്നെ IT സ്പേസിൽ നിന്നുള്ള ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇതിനു മുമ്പും ഈ ഒരു സ്റ്റോക്ക് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 1.5% നേട്ടം രേഖപ്പെടുത്തി 959 രൂപ എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ മെയ് 6 രേഖപ്പെടുത്തിയ 1058.1 എന്ന നിലയാണ്. തുടർച്ചയായിട്ട് അതിനുശേഷം ഏകദേശം ഒരാഴ്ചയിൽ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ന്യൂജൻ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിലെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവസാനിച്ചുവോ? ന്യൂജൻ കഴിഞ്ഞ 10 ദിവസം മുൻപായിരുന്നു നമുക്കൊരു പുതിയ 52 വീക്ക് ഹൈ നൽകിയത്. അതിനെ തുടർന്ന് കഴിഞ്ഞ 5-8 സെഷൻസിൽ വി ആർ സീയിങ് പ്രോഫിറ്റ് ടേക്കിംഗ് ആൻഡ് നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ ഈ സ്റ്റോക്ക് അറ്റ് ദ മൊമെന്റ് നൽകുന്നുണ്ട്. ആൻഡ് ബോത്ത് ഫ്രം എ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രേഡിംഗ് പെർസ്പെക്റ്റീവ് നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 988 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1040 രൂപയായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ ചുരുങ്ങിയത് ഒരു 100 മുതൽ 150 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം.
ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായി നിഖിൽ എന്ന പ്രേക്ഷകൻ HDFC ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.5% മുന്നേറി 1461.6 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. HDFCയിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? HDFC Bank unfortunately long and short term trend രണ്ടും തന്നെ bearish ആയി മാറിയിട്ടുണ്ട്. എങ്കിലും the company's financials are very very good. സോ നമ്മൾക്ക് ഒരു ലോങ് ടേം വ്യൂ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കറന്റ് ലെവൽസിൽ തന്നെ ലോങ് പൊസിഷൻസ് എടുക്കാൻ തുടങ്ങണം. സ്റ്റോക്കിന് 1420 രൂപയിൽ വളരെ മേജർ ഒരു സപ്പോർട്ടുണ്ട്. ബട്ട് ഈ സ്റ്റോക്ക് 1545 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ശക്തമായിട്ടൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കത്തുള്ളൂ. സുമേഷ് എന്ന പ്രേക്ഷകൻ ഗോൾഡിയം ഇന്റർനാഷണൽ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 2% മുന്നേറി 164.15 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡിയം ഇന്റർനാഷണൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഗോൾഡിയം ഇന്റർനാഷണൽ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ള കാര്യം മറക്കരുത്. At the moment, short-term trend is bearish, but long-term trend is still bullish. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 180 രൂപ, അതിനെ തുടർന്ന് 190, അതിനെ തുടർന്ന് 205 രൂപയിൽ. ഷീല എന്ന പ്രേക്ഷക ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1.5% മുന്നേറി 287.75 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയി തുടരുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 320 രൂപയായിരിക്കും, അതിനെ തുടർന്ന് 340 രൂപ. ഷാജി എന്ന പ്രേക്ഷകൻ അപ്പോളോ ടയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വറിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ നേരിയ ഇടിവിൽ 476.3 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 8 രേഖപ്പെടുത്തി 557.9 ആണ്. അപ്പോളോ ടയേഴ്സിലുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? Apollo Tyres short term trend bearish ആയിട്ട് തുടരുന്നു, but the long term trend is sideways. At the moment നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. 495 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ യു വിൽ ഗെറ്റ് എ ബുള്ളിഷ് ട്രിഗർ. സോ ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. മാത്യു എന്ന പ്രേക്ഷകൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലാൻഡ് ആൻഡ് അസറ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 10% ഉയർന്ന് 67.65 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 52 വീക്ക് ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 77.85 ആണ്. അപ്പർ സർക്യൂട്ടിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ ഷിപ്പിംഗ് കോർപ്പറേഷൻ ലാൻഡ് അസറ്റ്സിൽ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഈ കമ്പനിക്ക് ബിസിനസ് ഒന്നും തന്നെ ഇല്ല, പ്യുവർ സ്പെക്കുലേഷൻ. ആൻഡ് ഇതിന്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ബുള്ളിഷ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. 75-78 ഈ ഒരു റേഞ്ച് എത്തുമ്പോഴേക്കും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും. ഈ സ്റ്റോക്കിൽ ഇന്നത്തെ ട്രേഡിംഗിൽ 65-68 ആ ഒരു റേഞ്ചിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഫ്രം എ സ്പെക്കുലേറ്റീവ് പോയിന്റ് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അനിൽകുമാർ എന്ന പ്രേക്ഷകൻ MMTCയുമായി ബന്ധപ്പെട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 3.5% ഉയർന്ന് 71.6 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. MMTCയിലുള്ള താങ്കളുടെ ഒരു നിലപാട് എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ MMTC is a government owned company എന്നുള്ളൊരു കാര്യം മറക്കരുത്. MMTCക്ക് കാര്യമായിട്ട് ഇപ്പോൾ നിലവിൽ ബിസിനസ് ഒന്നും തന്നെ ഇല്ല. ഇൻഫാക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ MMTCയെ വൈൻഡപ്പ് ചെയ്യാൻ ഒരു തീരുമാനം ആക്ച്വലി എടുത്തിട്ടുണ്ട്. ബട്ട് എങ്കിലും കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് ആൻഡ് ട്രേഡിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. നമ്മൾ ഒരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ 73 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. 73ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 80, അതിനെ തുടർന്ന് 85 രൂപയിലും ആയിരിക്കും.
യെസ്, അതിനോടൊപ്പം തന്നെ ജയ്പ്രകാശ് പവർ വെഞ്ചേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഓഹരി ഇന്നലെ 4.99% ഉയർന്ന് 18.95 എന്ന നിലയിൽ അപ്പർ സർക്യൂട്ട് നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. JP പവറുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അഗൈൻ ഈ കമ്പനിയുടെ മാനേജ്മെന്റിനെ കുറിച്ച് എനിക്ക് വലിയൊരു അഭിപ്രായമില്ല. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിനെ കുറിച്ചും നല്ലൊരു അഭിപ്രായമില്ല. But the stock is definitely long-term trend is bullish, short-term trend sideways ആയിട്ട് കാണുന്നത്. Highly speculative, highly risky. ആ ഒരു റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ ഈ കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 21 രൂപയായിരിക്കും. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 22 രൂപ 50 പൈസ. യെസ്, അതിനോടൊപ്പം തന്നെ കിരൺ എന്ന പ്രേക്ഷകൻ ഫെഡ്ഫിനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വളരെ ഫ്ലാറ്റായി 125 രൂപ എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫെഡ്ഫിനയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഫെഡ്ഫിന ഏകദേശം ഒരു 4 മാസം മുൻപായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനെ തുടർന്ന് കനത്ത ഒരു സെല്ലിംഗ് നേരിട്ടിരുന്നു. ആൻഡ് സിൻസ് ദെൻ കഴിഞ്ഞ 2 മാസമായിട്ട് ഈ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ മോഡിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ 128 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 128ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത അടുത്ത മേജർ റെസിസ്റ്റൻസ് 135 135ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ തന്നെ ഒത്തിരി മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. എന്ന പ്രേക്ഷകൻ തിരുപ്പതി ഫോർജ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.5% മുന്നേറി 17.55 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. തിരുപ്പതി ഫോർജുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ എന്താണ്? തിരുപ്പതി ഫോർജ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും തന്നെ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഹൈലി സ്പെക്കുലേറ്റീവ് സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇതിൽ ഒത്തിരി മാനിപ്പുലേഷൻ നടത്തുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. തോമസ് എന്ന പ്രേക്ഷകൻ ഇൻഡിജീൻ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 3% ഇടിഞ്ഞ് 553.5 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇൻഡിജീനിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ പറയാമോ? സർ, ഇൻഡിജീൻ ലിമിറ്റഡ് ഹെൽത്ത് കെയറിലുള്ള ഒരു ഓഹരിയാണ്. INDEGENE. ഇൻഡിജീൻ ലിസ്റ്റ് ചെയ്തിട്ട് വെറും 2 സെഷൻസേ ആയിട്ടുള്ളൂ. ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു അഭിപ്രായം പറയാൻ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു സ്റ്റോക്ക് പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരം സ്റ്റോക്കിൽ നമ്മൾ വലിയ തോതിൽ സെല്ലിംഗ് കാണാറുണ്ട്. സ്റ്റോക്കിന്റെ മെഞ്ഞാന്ന് ലിസ്റ്റ് ചെയ്തപ്പോൾ ഇത് ഒരു ഹയസ്റ്റ് ലെവൽ ട്രേഡ് ചെയ്യപ്പെട്ടത് 660, അതിന്റെ ഒരു ലോവസ്റ്റ് ലെവൽ അറൌണ്ട് 525-530 ലെവൽ. ഇതിന്റെ റെസിസ്റ്റൻസ് നമ്മൾ 660, സപ്പോർട്ട് ലെവൽ അറൌണ്ട് 520-525 ആയിട്ടും കരുതണം. ഈ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോക്കിൽ ഒരിക്കലും ഒരു ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഒപ്പം തന്നെ മഹീന്ദ്രയുമായി ബന്ധപ്പെട്ട് മധു എന്നൊരു പ്രേക്ഷകൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ ഓഹരി 4% മുന്നേറി 2271.8 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മഹീന്ദ്രയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? മഹീന്ദ്ര ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഒരു വീക്ക്നെസ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഇൻഫാക്ട് ഇന്നലത്തെ ട്രേഡിംഗിൽ ഈ സ്റ്റോക്ക് പുതിയൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈലായിരുന്നു ക്ലോസ് ചെയ്തത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ യുവർ ലോങ് പൊസിഷൻ. ബട്ട് ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒന്നിലധികം പ്രേക്ഷകർ ടാറ്റ പവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ടാറ്റ പവറുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇന്നലെ 4% മുന്നേറി 431.5 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ടാറ്റ പവർ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ട് കാണുന്നത്. ബട്ട് ഇന്നലത്തെ നേട്ടത്തിനെ തുടർന്ന് നമുക്ക് ലോ റിസ്ക് ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഈ സ്റ്റോക്കിന്റെ ഏറ്റവും മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 460 രൂപയിലായിരിക്കും.
എസ് സാരംഗ് എന്ന പ്രേക്ഷകൻ അദാനി വിൽമറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അദാനി വിൽമറിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ അദാനി വിൽമറിനെ കുറിച്ച് ഇന്ന് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ട് കാണുന്നത്. ബട്ട് ഈ സ്റ്റോക്കിന് 320-325 റേഞ്ചിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് നമുക്കൊരു സേഫ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ലഭിക്കണമെങ്കിൽ 355-360 ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 370-380 ഈ റെസിസ്റ്റൻസ് ലെവൽസ് ആയിരിക്കും. ലിജിൻ എന്ന പ്രേക്ഷകൻ KPI ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ അപ്പർ സർക്യൂട്ടിൽ 1879.15 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ പറയൂ. ഹലോ അല്ല സർ, കേൾക്കാമോ? KPI ഗ്രീൻ എനർജി ലിമിറ്റഡ്. സോ KPI ഗ്രീൻ എനർജി ട്രെൻഡുകൾ ഒക്കെ തന്നെ വളരെ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ആ ഒരു ലിക്വിഡിറ്റി സ്റ്റോക്കിൽ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഒത്തിരി മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റോക്ക് ഒരിക്കലും ഞാൻ ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസസിന് വേണ്ടി ഒരിക്കലും അഡ്വൈസ് ചെയ്യത്തില്ല. അതിനോടൊപ്പം തന്നെ സൊമാറ്റോയുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്വറി കൂടി എത്തിയിട്ടുണ്ട്. സൊമാറ്റോയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ സൊമാറ്റോ മെഞ്ഞാന്നത്തെ ട്രേഡിംഗിലായിരുന്നു നമുക്ക് ഓൾ ടൈം ഹൈ നൽകിയത്. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ മെഞ്ഞാന്നും ആൻഡ് ഇന്നലെയും നമുക്ക് ഒത്തിരി പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ബിറ്റ്വീൻ 190 and 200 ഈ ഒരു റേഞ്ചിലെ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി ശ്രമിക്കുക. ഈ സ്റ്റോക്ക് 178 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഏതായാലും മാർക്കറ്റ് പ്ലസിന്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് വളരെയധികം നന്ദി. ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തുന്നുണ്ട്. സമയപരിമിതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. വീണ്ടും പ്രദീപ് സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ക്വയറീസ് എല്ലാം തന്നെ പരമാവധി അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതുമാണ്. ഏതായാലും കൂടുതൽ മാർക്കറ്റിന്റെ അപ്ഡേറ്റ്സും അതിനോടൊപ്പം തന്നെ എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെയായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.